ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് വേഴ്സസ് മെഷേഴ്സ് ആണ്. അതായത് ഇപ്പോൾ എനിബഡി ഹൂ ഹാസ് മെച്ചുവർഡ് ഇൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ആഫ്റ്റർ ഒരു 5 years ഒക്കെ കഴിയുമ്പോൾ യു വർക്ക് ക്ലോസ്ലി വിത്ത് യുവർ മാനേജേഴ്സ് ഓർ യു മൈറ്റ് ബി പ്രിപ്പയറിംഗ് ഡോക്യുമെന്റ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഹാവ് എ ഡിഫറെന്റ് വൊക്കാബുലറി ഫ്രം ദാറ്റ് പ്രോഗ്രാമിംഗ് ഓർ what you deal at the engineering. അപ്പോൾ ഈ മെട്രിക്സും മെഷേഴ്സും ഞാൻ എവിടെ പോകുമ്പോഴും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു 2014 ഉണ്ടായ എൻ്റെ ബ്ലോഗിൽ February 3, 2014 എഴുതിയ എൻട്രിയാണ്. ആ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ എന്താ പറയുക എന്റർപ്രൈസ് കൺസൾട്ടിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഈ എൻ്റെ അന്നത്തെ ബോസ് ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക് യൂണിറ്റ്, SI യൂണിറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ പല യൂണിറ്റ്സ് ഉണ്ട്. എഞ്ചിനീയറിംഗിന്റെ കോണ്ടെക്സ്റ്റിലും ബിസിനസിന്റെ കോണ്ടെക്സ്റ്റിലും രണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ പുള്ളി ഞാനൊക്കെ വിചാരിച്ചിരുന്ന വെച്ചാല് മെട്രിക് മെഷർ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന യൂണിറ്റും മെട്രിക് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ എൻകൗണ്ടർ ചെയ്ത് വെച്ചത്, ഈ എന്താ പറയാ എൻകോഡ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പക്ഷെ ഇദ്ദേഹം യൂസ് ചെയ്തിരുന്നത് ആ ഒരു സെൻസിലല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഫൈനലി ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് ഫിക്സ് ചെയ്തത് എന്താ വെച്ചാൽ മെട്രിക് ഒരു മെഷർ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. കിലോഗ്രാം, പിന്നെ മറ്റേ ഫോഴ്സ്, അതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ മെഷറുണ്ട്. ആ മെഷർ ചെയ്തിട്ട് ഇപ്പൊ ആക്സലറേഷൻ അല്ലെങ്കിൽ അതൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ബേസ് മെഷറിനെയാണ് നമ്മൾ ബേസിക് മെഷർമെന്റിനെയാണ് മെഷർ എന്ന് വിളിക്കുന്നത്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് മെട്രിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളത് ഫിക്സ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ അത് ശ്രദ്ധിച്ചോളണം, ബിസിനസ്സിൽ ഒരു രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്, എഞ്ചിനീയറിംഗിൽ അത് വേറെ രീതിയിൽ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ. അപ്പൊ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഡാറ്റയാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് ഇൻ സം കൈൻഡ് ഓഫ് എ കോണ്ടെക്സ്റ്റ്, അതായത് ഇൻഫോർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഡാറ്റയിൽ നമ്മൾ ഇൻഫോർമേഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെട്രിക്സ് ആണ് നോളജ്. പിന്നെ സ്റ്റാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, വേരിയബിൾസ് തമ്മിൽ അല്ലെങ്കിൽ മറ്റേ ക്വാണ്ടിറ്റീസ് തമ്മിൽ, അതിനെ നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കാം. ഇപ്പൊ ഡൈനാമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെട്രിക്സ് മോഡൽസ് എന്ന് വിളിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അന്നത്തെ ചർച്ചയുടെ ഇതെന്ന് വെച്ചാൽ ഒരു പ്രാഗ്മാറ്റിക് ഫ്രെയിം വർക്ക് നമ്മൾ ഡിവിഷന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അല്ലെങ്കിൽ റോ നമ്പേഴ്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് ഇൻ സം കൈൻഡ് ഓഫ് എ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇപ്പൊ എഫിഷ്യൻസി റേഷ്യോ അല്ലെങ്കിൽ ക്യാഷ് റേഷ്യോ, അങ്ങനെ പല ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും ബിസിനസ്സിലൊക്കെ നമ്മൾ പല മെട്രിക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മെട്രിക്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് നോളജ് എന്ന് വിളിക്കാം. അവർ തമ്മിലുള്ള സ്റ്റാറ്റിക് റിലേഷൻഷിപ്പിനെ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഡൈനാമിക് റിലേഷൻഷിപ്സ് ഓർ സംതിങ് വിച്ച് വാരീസ് അക്രോസ് ടൈംസിനെ മോഡൽസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സയന്റിഫിക് റിഗറും ബിസിനസ് പ്രാഗ്മാറ്റിസവും തമ്മിലുള്ള ഒരു ബ്ലെൻഡാണ് അവിടെ ഉണ്ടായത്. അപ്പോ ഈ മെട്രിക്സ്, മെഷർ എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോ നിങ്ങളുടെ ഔദ്യോഗിക ലൈഫിൽ ഇത് ചെയ്യണമെങ്കിൽ സം കൈൻഡ് ഓഫ് എ ബേസ് ലൈനിങ് എന്നുള്ളതാണ്. ആ ബേസ് ലൈനിങ് പോയിന്റ് ഓഫ് വ്യൂല് ഈ സംതിങ് വിച്ച് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ഇടയ്ക്കോ മൈറ്റ് ബി ഹെൽപ്ഫുൾ ടു യു. അത് ഞാനിപ്പോ പെട്ടെന്ന് ഒരു വേറൊരു കാര്യം നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒന്നാണ്. ഐ തോട്ട് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അതേഴ്സ് ആസ് വെൽ. നന്ദി, നമസ്കാരം.